ഇന്ന് നമുക്ക് GST എങ്ങനെയാണ് ടാലി പ്രൈമിൽ ആക്ടിവേറ്റ് ചെയ്തിട്ട് എൻട്രി ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിന് കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പൊ നമുക്ക് GST ടാലി പ്രൈമിൽ ആക്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി തന്നെ നമുക്ക് പഠിക്കാം. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിലെ GST കോൺഫിഗറേഷൻ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കലാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യലാണ്. ഇപ്പൊ ലെഡ്ജർ എന്ന് പറയുമ്പോൾ അവിടെ പർച്ചേസ് സെയിൽസ് ലെഡ്ജർ വേണം, അതേപോലെ തന്നെ ടാക്സുകളുടെ ലെഡ്ജർ വേണം, പിന്നെ പാർട്ടിയുടെ ലെഡ്ജർ വേണം. ഈ എല്ലാ ലെഡ്ജറിലും GST ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐറ്റം ക്രിയേഷൻ ആണ്. ഓരോ ഐറ്റവും ക്രിയേറ്റ് ചെയ്യണ സമയത്തും GST അവിടെ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. ഓരോ ഐറ്റത്തിനും എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് അവിടെ സ്പെസിഫിക് ആയിട്ട് കാണിക്കണം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൗച്ചർ എൻട്രി ചെയ്യലാണ്. അതായത് പർച്ചേസ് സെയിൽസ്, പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ, ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവിടെ ടാക്സ് അവിടെ കാണിച്ചിരിക്കണം. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളും കറക്റ്റായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് GST ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്. ഞാനൊരു സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. +1 +2 അക്കൗണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് അത് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേര് ശ്യാമാസ് അക്കൗണ്ടിങ് ഹബ് എന്നാണ്. അപ്പോൾ ആ ചാനലിൽ പോയിട്ട് നിങ്ങൾ അത് കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനലിൻ്റെ പേരും ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. അപ്പം നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഗേറ്റ് ഓഫ് ടാലിയിലാണ് നിൽക്കുന്നത്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനി ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പം നമുക്ക് ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ കമ്പനി ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും കമ്പനി എന്ന് പറഞ്ഞിട്ട് Alt+K അടിച്ചാൽ മതി. അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ക്രിയേറ്റ്, ഓൾട്ടർ, ചേഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയുടെ കാണിക്കും. നമുക്കൊരു പുതിയ കമ്പനി ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇനി ഓൾറെഡി ഒരു കമ്പനിയിൽ നിന്ന് സെലക്ട് ചെയ്യാൻ എടുക്കണമെന്നുണ്ടെങ്കിൽ സെലക്ട് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് കമ്പനിയുടെ പേര് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കൊടുക്കുന്നത് GST എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പേര് കൊടുക്കുന്നത്. അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കൊടുക്കാം. മെയിലിംഗ് നെയിം, അഡ്രസ്സ്, അതേപോലെ തന്നെ വളരെ പ്രധാനമുള്ളതാണ് സ്റ്റേറ്റ്. കാരണം സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടാണ് GST ആക്ടിവേറ്റ് ചെയ്ത് വരിക. കാരണം നമ്മളിപ്പോൾ കേരളത്തിലാണ് നിൽക്കുന്നത്, കേരളത്തിലേക്ക് തന്നെയാണ് ഗുഡ്സ് വിൽക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെയാണ് ഗുഡ്സ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ CGSTയും SGST ആണ് വരിക. എന്നാൽ കേരളത്തിന് പുറത്തേക്കാണ് ഗുഡ്സ് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ IGST ആയിരിക്കും വരിക. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ കേരള എന്നുള്ളത് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ K അടിച്ചു കഴിഞ്ഞാൽ Kയിലുള്ളത് എല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതിൽ നിന്ന് കേരള സെലക്ട് ചെയ്തിട്ടെടുത്തു. അതേപോലെ തന്നെ പിൻകോഡ്, ടെലിഫോൺ നമ്പർ, ഫാക്സ്, ഇമെയിൽ, എല്ലാ ഡീറ്റെയിൽസും കൊടുക്കാം. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇയർ, നമ്മുടെ ഏത് വർഷത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ 2003, അപ്പോൾ 1/4/2023 എന്നുള്ളത് വന്നു. അടുത്തത് ഇവിടെ ചോദിക്കും ബുക്സ് ബിഗിനിങ് ഫ്രം, എന്നാണ് ബുക്സ് ബിഗിൻ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബിസിനസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആ ഡേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കാം. പക്ഷെ നമ്മളിപ്പോൾ 1/4 കൊടുത്തു കഴിഞ്ഞാലും ആ ഡേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളും. പിന്നെ വൗച്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് അവിടെ കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ 2 സ്ഥലത്തും ഒരേ ഡേറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇത് നമുക്ക് എൻ്റർ അടിക്കാം. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ വരും. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ആക്സെപ്റ്റ് എസ് ഒന്ന് കൊടുത്തു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിലേക്കാണ് വരിക. ഇവിടെയാണ് നമ്മുടെ ഓപ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഷോ മോർ ഫീച്ചേഴ്സും ഷോ ഓൾ ഫീച്ചേഴ്സും, ഈ 2 ഫീച്ചറും നമ്മൾ എസ് കൊടുക്കണം. ഈ എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് GSTയുടെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ എസ് കൊടുക്കുക. എസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ GSTയുടെ ഒരു വിൻഡോയിലേക്കാണ് വരിക. അപ്പോൾ ഇവിടെ അവിടെ സ്റ്റേറ്റ് കൊടുത്ത കാരണം ഇവിടെ സ്റ്റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അതേപോലെ ഇവിടെ ചോദിക്കും രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണോ കോമ്പോസിഷൻ ആണോ. അപ്പോൾ സാധാരണ ഒരു ഡീലർ ആണെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ ചോദിക്കും അസസി ഓഫ് അതർ ടെറിട്ടറി, വേറെ ഏതെങ്കിലും ഭരണപ്രദേശത്തോടെ വേറെ ഏതെങ്കിലും ടെറിട്ടറിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലാണ് ഇവിടെ എസ് കൊടുക്കേണ്ടത്.
അതേപോലെ തന്നെ GST ആപ്ലിക്കബിൾ ഫ്രം, നമ്മൾ എന്ന് പോലെക്കാണ് GST ആപ്ലിക്കബിൾ ആവേണ്ടത്, ആ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് GSTയുടെ നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 15 ഡിജിറ്റുള്ള ഒരു നമ്പർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ഫസ്റ്റ് 2 ലെറ്റർ പറഞ്ഞാൽ സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കേരള ആണെന്നുണ്ടെങ്കിൽ അവിടെ 32 ആയിരിക്കും ഉണ്ടായിരിക്കുക, തമിഴ്നാടാണെങ്കിൽ 33 ആണ്. പിന്നുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് പാൻ നമ്പറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ സെഡ് എന്ന് പറയുന്നത് അവിടെ ഡീഫോൾട്ട് ആയിട്ട് ഒരു നമ്പർ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റിൻ്റെ കോഡ് കൊടുത്തു. ഇനി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ 5A എന്നുള്ളത് അടിക്കുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ 1 2 3 4 എന്നുള്ളത് അടിച്ചു. പിന്നെ വീണ്ടും A അടിച്ചു. പിന്നെ A1 അടിച്ചു. സെഡ് എന്ന് പറയുന്നത് ഡീഫോൾട്ട് ആയിട്ടുള്ളതാണ്. സെഡ് കഴിഞ്ഞാൽ ഒരു 1 ഉണ്ട്. ഇതാണ് നമ്മളുടെ കമ്പനിയിലുള്ള ഡീറ്റെയിൽസിനെയൊക്കെ നമ്മൾക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് ഇത്. അപ്പോൾ ഇതാണ് GST നമ്പർ. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും നമുക്ക് ഇവിടെ പീരിയോഡിസിറ്റി ഓഫ് GSTR വേണം. നമ്മൾ മന്ത്ലി ആണോ ക്വാർട്ടർലി ആണോ കൊടുക്കുന്നത്. അപ്പോൾ മന്ത്ലി ആണെന്നുണ്ടെങ്കിൽ മന്ത്ലി കൊടുത്തു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കൊടുത്താൽ മതി. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും ഇൻവോയ്സ് ഫീച്ചേഴ്സ്. നമുക്ക് ഇ-വേ ബില്ലൊക്കെ ആപ്ലിക്കബിൾ ആണെങ്കിൽ, അതായത് നമ്മൾ 50,000 രൂപയുടെ മുകളിലുള്ള സാധനങ്ങളാണ് നമ്മൾ കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നിർബന്ധമായിട്ടും ഇ-വേ ബില്ല് വേണം. അപ്പോൾ ഇ-വേ ബില്ലിനെ കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇ-വേ ബില്ല് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ യെസ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ യെസ് തന്നെ ഇവിടെ എസ് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ ഇൻവോയ്സിൻ്റെ ലിമിറ്റ് ഇവിടെ 50,000 ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിവിടെ ഇൻട്രസ്റ്റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ യെസ് കൊടുക്കാം. നമ്മുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഈ വിൻഡോ എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇവിടെ ഗേറ്റ് ഓഫ് ടാലിയിലേക്കാണ് വരിക. നമ്മുടെ കമ്പനി ക്രിയേറ്റ് ചെയ്തത് ഇവിടെ കാണിക്കും, GST എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. ഇപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്? ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ ഏതൊക്കെ ലെഡ്ജറുകളാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? പർച്ചേസിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, സെയിൽസിൻ്റെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ പർച്ചേസ് റിട്ടേണും സെയിൽസ് റിട്ടേണും, പിന്നെ ഒരു പാർട്ടിയുടെ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യണം, അതേപോലെ തന്നെ ടാക്സുകളുടെ ലെഡ്ജറും ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഓരോ ലെഡ്ജറുകളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങോട്ടാണ് പോവുക? ഗേറ്റ് ഓഫ് ടാലിയിൽ ക്രിയേറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടെടുക്കേണ്ടത്. ഇവിടെ ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ആദ്യം നമുക്ക് പർച്ചേസ് ഉള്ള ലെഡ്ജർ കൊടുക്കാം. പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട്. ഇവിടെ ഇൻവെന്ററി വാല്യൂസ് ആർ അഫക്റ്റഡ്. ഇവിടെ എസ് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ എന്നാലാണ് നമുക്ക് ഇവിടെ ഐറ്റംസ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കും ഈസ് GST ആപ്ലിക്കബിൾ. ഇവിടെ ആപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഓരോ ലെഡ്ജറിലും നമ്മൾ GST ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ആപ്ലിക്കബിൾ കൊടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളിടത്ത് ഗുഡ്സ് ആണ് കൊടുക്കേണ്ടത്. ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. അടുത്ത ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, സെയിൽസ്. ഇവിടെ ടൈപ്പ് ഓഫ് വൗച്ചർ എന്നുള്ളിടത്ത് സെയിൽസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. പർച്ചേസിന് ചെയ്ത പോലെ തന്നെ ഇവിടെ GST ആപ്ലിക്കബിൾ എന്നുള്ളിടത്ത് ആപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളിടത്ത് ഗുഡ്സിലേക്ക് സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി ഒരു പാർട്ടിയുടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ രാജു എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യാം. ഈ പാർട്ടി നമ്മൾ കൊടുക്കാനുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് ഇവിടെ സൺഡ്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ സൺഡ്രി ക്രെഡിറ്റർ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ. ഈ പാർട്ടിയുടെ ബാലൻസ് നമുക്ക് ബിൽ ബൈ ബില്ലായിട്ട് കാണണം. അപ്പോൾ ഏത് ഓപ്ഷനിലാണെങ്കിലും ഈ ഓപ്ഷൻ നമ്മൾ എസ് കൊടുക്കണം. എന്നാലാണ് നമ്മൾക്ക് പർച്ചേസ് ചെയ്ത് നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഏത് ബില്ലിലാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ എസ് കൊടുത്തു. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ നെയിം അഡ്രസ്സ് എല്ലാം കൊടുക്കാം. അതേപോലെ തന്നെ പാർട്ടിയുടെ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെങ്കിൽ ഈ പാർട്ടി ഇപ്പം നമ്മൾ കേരളത്തിലാണ് നിൽക്കുന്നത്. ഈ പാർട്ടി എവിടെ നിൽക്കുന്നു അനുസരിച്ചിട്ടാണ് ടാക്സ് വരുന്നത്. കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ CGST SGST ആണ് വരിക. കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ അവിടെ IGST ആയിരിക്കും വരിക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ പാർട്ടിക്കാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കേരള എന്ന് തന്നെ കൊടുക്കുന്നു. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. എൻട്രി സേവ് ചെയ്തു. ഇനി ഞാൻ വേറൊരു പാർട്ടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ടോം എന്ന് പറഞ്ഞൊരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്നു. ടോം സൺഡ്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. നെയിം അഡ്രസ്സോ എല്ലാം കൊടുക്കാം. ഈ പാർട്ടി പുറത്തൊരു സ്റ്റേറ്റിലുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഈ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇവിടെ തമിഴ്നാട് കൊടുത്തു.
എൻ്റർ അടിച്ചു, എൻ്റർ. അപ്പോൾ ഈ പാർട്ടിയുടെ GST നമ്പറൊക്കെ നമുക്കിവിടെ കൊടുക്കാം. നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് റിട്ടേൺ അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് കൊടുക്കാം. പർച്ചേസ് റിട്ടേണിൻ്റെ അണ്ടർ എന്താണ്, പർച്ചേസ് അക്കൗണ്ട്സ് തന്നെയാണ് വരിക. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. GST അപ്ലിക്കബിൾ എന്നുള്ളിടത്ത് അപ്ലിക്കബിൾ കൊടുത്തു. ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളിടത്ത് ഗുഡ്സ് കൊടുത്തു. ഇത് എൻ്റർ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമ്മൾക്ക് ടാക്സുകളുടെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് CGST കൊടുത്തു. സെൻട്രൽ സെയിൽ ടാക്സ് നമ്മളിവിടെ എൻ്റർ അടിച്ചു. ഇതിൻ്റെ അണ്ടർ കൊടുക്കല് നമ്മളുടെ ടാക്സുകളുടെ അണ്ടർ എല്ലാം നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്കാണ് കൊടുക്കുക. അപ്പം നമുക്ക് ഇവിടെ നമ്മൾ D അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് പറഞ്ഞിട്ട് കാണിക്കും. അപ്പം നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം. ടാക്സുകളുടെ അണ്ടർ എപ്പോഴും ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസിലേക്കാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ്. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം, GSTയിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ GST കൊടുത്തു. അപ്പോൾ അണ്ടർ എന്നുള്ളിടത്ത് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് എന്നുള്ളിടത്ത് GSTയിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും ടാക്സ് ടൈപ്പ്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ കെയർഫുൾ ആയിട്ട് കൊടുക്കണം. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ CGST ആണ് മുകളിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്, സെൻട്രൽ ടാക്സ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ സെൻട്രൽ ടാക്സിലേക്ക് കൊടുത്ത് ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇനി നമുക്ക് ഒരു ടാക്സും കൂടി ഉണ്ട്. നമുക്ക് ഒരു ടാക്സും കൂടി ഉണ്ട്. നമ്മൾക്ക് SGST കൂടി ഉണ്ട്, സ്റ്റേറ്റ് ടാക്സ്. അതും നമ്മൾ എന്താണ് കൊടുക്കേണ്ടത്, അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ആണ് കൊടുക്കേണ്ടത്. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് എന്നുള്ളത് GSTയിലേക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ കൊടുക്കേണ്ടതാണെങ്കിൽ സ്റ്റേറ്റ് ടാക്സിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ കൊടുക്കുന്നതിനനുസരിച്ചിട്ടാണ് ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരിക. അത് എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇനി അടുത്തതാണെങ്കിൽ IGST ആണ്. അപ്പോൾ ഇവിടെ IGST കൊടുത്തു, എൻ്റർ അടിച്ചു. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കൊടുത്തു. ടൈപ്പ് ഓഫ് ഡ്യൂട്ടി ഓർ ടാക്സ് GST കൊടുത്തു. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ടാക്സിലേക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇൻ്റഗ്രേറ്റഡ് ടാക്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പ് പറയുന്നത് ഏതാണ്, ഐറ്റം ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ ഓരോ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും അവിടെ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഐറ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഐറ്റം ക്രിയേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എവിടേക്കാണ് പോകേണ്ടത്, ഗേറ്റ്വേ ഓഫ് ടാലിയിൽ എടുത്തു. ഇവിടെ ക്രിയേറ്റ് ആണ് അടിക്കേണ്ടത്. ക്രിയേറ്റിൽ ഏതാണ് എടുക്കേണ്ടത്, ഇൻവെൻട്രി മാസ്റ്റേഴ്സിൽ സ്റ്റോക്ക് ഐറ്റം ആണ് എടുക്കേണ്ടത്. ഇവിടെ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെയാണ് ഐറ്റത്തിൻ്റെ പേര് കൊടുക്കേണ്ടത്. ഇപ്പോൾ ട്യൂബ് എന്നുള്ളൊരു ഐറ്റം കൊടുത്തു, എൻ്റർ അടിച്ചു, ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും യൂണിറ്റ്. അപ്പോൾ നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടാലിയിൽ Alt+C ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് Alt+C കൊടുത്തു. അപ്പോൾ ഇവിടെ സിമ്പിൾ എന്നുള്ളടത്ത് നമുക്കിപ്പോൾ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ കോഡ് കൊടുക്കാം, നമ്പേഴ്സ് എന്നുള്ളത് കൊടുക്കാം, NOS കൊടുത്തു. ഫോർമൽ നെയിമിൻ്റെ അവിടെ നമുക്ക് അതിൻ്റെ ഫുൾ നെയിം അടിക്കാം, നമ്പേഴ്സ്, എൻ്റർ അടിച്ചു. അപ്പോൾ ചോദിക്കും യൂണിറ്റ് ക്വാണ്ടിറ്റി കോഡ്, UQC എന്ന് പറയും. അപ്പോൾ നമുക്ക് ഈ കോഡിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മളിവിടെ നമ്പർ നടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതവിടെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അതേപോലെ തന്നെ ഇവിടെ ചോദിക്കും നമ്പർ ഓഫ് ഡെസിമൽ പ്ലേസസ്. അപ്പോൾ നമ്മളിപ്പോൾ കിലോഗ്രാം, ലിറ്റർ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഡെസിമൽ പ്ലേസുകൾ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് അത് അതിൻ്റെ ഗ്രാമിലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്പർ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഡെസിമൽ പ്ലേസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ GST ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ചോദിക്കും GST അപ്ലിക്കബിളിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽസിൻ്റെ അവിടെ യെസ് കൊടുത്തു. അപ്പോൾ ഇങ്ങനൊരു വിൻഡോയാണ് വരിക. ഇവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ HSN കോഡ്. ഇപ്പോൾ ഓരോ ഐറ്റത്തിനാണെന്നുണ്ടെങ്കിലും ഒരു HSN കോഡ് ഉണ്ടായിരിക്കും. കാരണം വെച്ചാൽ പല സ്റ്റേറ്റുകളിലും ഓരോ ഐറ്റം അറിയപ്പെടുക പല പേരുകളിലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റത്തിനും ഒരു കോഡ് കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് HSN കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഐറ്റത്തിനും ഓരോ കോഡ് ഉണ്ട്. ആ കോഡാണ് ഇവിടെ കൊടുക്കേണ്ടത്.
അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഈസ് നോട്ട് GST ഗുഡ്സ്. നമുക്ക് ഏതെങ്കിലും ഐറ്റത്തിന് GST ഇല്ലാത്തുള്ളൊരു ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈസ് നോട്ട് GST ഗുഡ്സ്. ഇവിടെ കാൽക്കുലേഷൻ ടൈപ്പ്, ഇവിടെ 2 കാൽക്കുലേഷൻ പറയും. ഐറ്റം റേറ്റും ഉണ്ട്, വാല്യൂ ഉണ്ട്. അപ്പോൾ ഐറ്റം റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഐറ്റത്തിന് മുകളിലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ടോൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂവിൻ്റെ മുകളിലാണ് GST കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഓൺ വാല്യൂ കാണിച്ചു. അപ്പോൾ അടുത്തത് ഇവിടെ ചോദിക്കും ടാക്സബിലിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ ടാക്സബിലിറ്റിക്കാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നാലാണ് ടാക്സ് വരുള്ളൂ. ടാക്സബിലിറ്റിക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ 5% കൊടുത്തു. അപ്പോൾ 5 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ സെൻട്രൽ ടാക്സും സ്റ്റേറ്റ് ടാക്സും ഓട്ടോമാറ്റിക്കായിട്ട് വീതിച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിലപ്പോൾ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഈ ഒരു ടാക്സ് മാത്രമേ വരുള്ളൂ. ഈ 2 ടാക്സുകളുടെ ഡീറ്റെയിൽസ് ചിലപ്പോൾ വരില്ല. അപ്പോൾ ഈ 4 കാര്യങ്ങളും ഇവിടെ വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് F12 പഠിക്കുക. F12 പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ഷോ ഓൾ GST ടാക്സ് ടൈപ്സ്. ഇവിടെ യെസ് കൊടുത്തുകൊണ്ടാണ് അവിടെ എല്ലാ ഓപ്ഷനും വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോ ആണ് കൊടുത്തതെന്ന് വിചാരിക്കുക. ഇവിടെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു ഈ 2 കാര്യങ്ങൾ മാത്രമാണ് വരുള്ളൂ. അപ്പോൾ നമുക്ക് 4 കാര്യങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്ന് F12 പഠിക്കുക. ഇവിടെ ഷോ ഓൾ GST ടാക്സ് ടൈപ്സ് എന്നുള്ള ഓപ്ഷൻ യെസ് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇത് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും ടൈപ്പ് ഓഫ് സപ്ലൈ. അപ്പോൾ ടൈപ്പ് ഓഫ് സപ്ലൈ എന്നുള്ളടത്ത് നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? ഗുഡ്സിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഗുഡ്സിലേക്ക് കൊടുത്തു. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര ഐറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെയ്യണം. ആ ഐറ്റത്തിന് മുകളിലും നമ്മൾ അവിടെ അതിൻ്റെ ടാക്സ് റേറ്റുകൾ സെറ്റ് ചെയ്തിട്ട് വെക്കണം. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വൗച്ചർ എൻട്രി ചെയ്യലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൗച്ചർ എൻട്രി ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടേക്കാണ് പോകേണ്ടത്? എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗേറ്റ് ഓഫ് ടാലിയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഗേറ്റ് ഓഫ് ടാലിയിൽ എത്തി. ഇപ്പോൾ ഇനി നമുക്ക് ഏതാണ് എടുക്കേണ്ടത്? വൗച്ചറാണ് എടുക്കേണ്ടത്. ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൗച്ചറാണ് എടുക്കുക. അപ്പോൾ പർച്ചേസിനുള്ള കീ പറയുന്നത് ഇവിടെ F9 ആണ്. ഇവിടെ വെച്ചിട്ട് F9 സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് ഇവിടെ ഇൻവോയ്സിലെ ബിൽ നമ്പർ ഇവിടെ കൊടുക്കാം. ഇൻവോയ്സിലെ ബിൽ നമ്പർ ഇവിടെ കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടുത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ആ ബില്ലിലെ ഡേറ്റ് ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് കൊടുക്കേണ്ടത്. ബില്ലിലെ ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ പാർട്ടിയുടെ പേര്, അപ്പോൾ നമ്മൾ ഓൾറെഡി പാർട്ടിയുടെ പേര് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്കിവിടെ രാജ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ വരും. അപ്പോൾ നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ സ്കിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് എൻ്റർ അടിക്കാം. അപ്പോൾ ഇവിടെ വീണ്ടും പാർട്ടിയുടെ ഡീറ്റെയിൽസ് വരും, മെയിലിംഗ് ഡീറ്റെയിൽസ് ഒക്കെ വരും. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. അപ്പോൾ അവിടെ ചോദിക്കും പർച്ചേസ് ലെഡ്ജർ. നമ്മൾ ഓൾറെഡി പർച്ചേസിൻ്റെ ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ പർച്ചേസ് ഉള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പർച്ചേസ് ഉള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ ചോദിക്കും നെയിം ഓഫ് ഐറ്റം. അപ്പം നമുക്ക് ഇത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഐറ്റം ഇൻവോയ്സിലല്ലേ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണം. കാരണം ഐറ്റം ഇൻവോയ്സിലാകുമ്പോൾ മാത്രമാണ് ടാക്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണിക്കുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഉറപ്പ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെ റൈറ്റിൽ നമുക്ക് ഇവിടെ ഒരു കീ ഉണ്ട്, ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഇവിടെ ചേഞ്ച് മോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഐറ്റം ഇൻവോയ്സിലാണ് ഇത് കിടക്കുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് ടാക്സുകൾ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഐറ്റം ഇൻവോയ്സ് തന്നെയാണ് കിടക്കുന്നത്. നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഐറ്റം കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്യൂബ് എന്നുള്ളൊരു ഐറ്റമാണ് കൊടുക്കുന്നത്. ട്യൂബ് എന്നുള്ളൊരു ഐറ്റം കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പം ഞാൻ ക്വാണ്ടിറ്റി ഒരു 50 എണ്ണമാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു 150 റേറ്റ് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ടോട്ടലായിട്ടുള്ള എമൗണ്ട് ഇവിടെ 7500 രൂപ വന്നു. അതായത് 50 × 150 എന്ന് പറഞ്ഞിട്ട് ഇവിടെ 7500 രൂപ എന്നുള്ളത് വന്നു. ഇത് ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇപ്പം നമുക്ക് ഇവിടെ ഇപ്പോൾ 7500 രൂപയാണ് വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ എന്താണ് ടാക്സും കൂടി നമ്മൾ കൊടുക്കണം. ഏതൊക്കെ ടാക്സുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്? CGST കൊടുക്കണം, അതേപോലെ തന്നെ SGST കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ടാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്നെങ്കിൽ ഇതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ടാക്സ് കൊടുക്കില്ല, ഒരു സ്പേസ് വിട്ടിട്ടാണ് ടാക്സ് കാണിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എൻ്റർ അടിക്കുക. അതായത് ഐറ്റം ക്രിയേറ്റ് ചെയ്ത ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ടിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ 2 പ്രാവശ്യമാണ് മൊത്തത്തിൽ എൻ്റർ അടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വിൻഡോയിലാണ് വന്ന് നിൽക്കുക. ഇവിടെയാണ് ഇതിൻ്റെ ടാക്സുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ ടാക്സിൻ്റെ ഡീറ്റെയിൽസും ഇവിടെ കാണിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഇവിടെ CGSTയും SGSTയും ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ CGST സെലക്ട് ചെയ്തിട്ടെടുത്തു.
CGST എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ 187 രൂപ 50 പൈസ, അതായത് 7500ൻ്റെ 5% കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡിവൈഡ് ചെയ്തിട്ട് എടുത്തു. CGST പകുതി എടുത്തു. അതേപോലെ തന്നെ ഇനി SGST ആണ് എടുക്കേണ്ടത്. നമ്മൾ വീണ്ടും എൻ്റർ അടിച്ചു. ഇവിടെ എന്ത് കൊടുക്കണം? SGST ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എസ് അടിച്ചു കഴിഞ്ഞാൽ എസ്സിലുള്ളത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതിൽ SGST എന്നുള്ളത് വന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു. 187 രൂപ 50 പൈസ. അപ്പോൾ നമ്മൾ മൊത്തം 7500ൻ്റെ 5% കണ്ടു. അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് രണ്ടിലേക്കും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇപ്പോൾ ഇവിടെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് ടാക്സും കൂട്ടിയിട്ടുള്ള എമൗണ്ടാണ് ഇവിടെ കാണിക്കുക. 7875 രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. അതായത് ബിൽ എമൗണ്ട് പ്ലസ് ടാക്സ് ആണ് പാർട്ടിക്ക് കൊടുക്കാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്കിങ്ങനെ എല്ലാ റിപ്പോർട്ടുകളും നമുക്കിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കിട്ടും. ഇനിയിപ്പോൾ നമുക്ക് ടാക്സ് ഒക്കെ വന്നിട്ടില്ല എന്ന് അറിയണമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഒരു കീ ഉണ്ട്, റിലേറ്റഡ് റിപ്പോർട്ട്സ്, കൺട്രോൾ ഓ അടിച്ചാൽ മതി. ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ അങ്ങനെ കാണിക്കും GST ടാക്സ് അനാലിസിസ് എന്ന് പറഞ്ഞിട്ട് Alt A പ്രസ് ചെയ്താൽ മതി. ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് Alt A പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിക്കും. ഇവിടെ ഇപ്പോൾ എമൗണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടാക്സുകൾ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ ടാക്സുകൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ F5 എന്ന് പറഞ്ഞൊരു കീ കാണുന്നുണ്ട്. ഇവിടെ റൈറ്റിൽ ഒരു ചെറിയൊരു ആരോ, ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡീറ്റെയിൽഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽഡ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കാണിക്കും 2.5% ടാക്സ് 187 രൂപ 50 പൈസ 187 രൂപ 50 പൈസ. രണ്ടിനും കൂടിയുള്ള ടോട്ടൽ എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ 375 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും. നമുക്ക് ഈ നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ബില്ലിൻ്റെ ഡീറ്റെയിൽസ് വന്നു. ഇത് എൻ്റർ അടിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ ഒരു പർച്ചേസിൻ്റെ എൻട്രി സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് സെയിൽസ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ സെയിൽസിന് F8 ആണ്. സെയിൽസ് ക്ലിക്ക് ചെയ്തിട്ടെടുത്തു. നമുക്ക് ഇവിടെ പാർട്ടിയുടെ പേര് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ ഒരു പാർട്ടി നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് Alt C പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനിവിടെ ഒരു പാർട്ടിയുടെ പേര് കൊടുക്കുകയാണ്. ദാസ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ പേര് കൊടുത്തു. അപ്പോൾ ഈ ദാസ് എന്താണ്? എന്നെ സംബന്ധിച്ച് ആരാണ്? സൺട്രി ഡെറ്ററാണ്. അപ്പോൾ എസ് അടിച്ചു കഴിഞ്ഞാൽ എസ്സിലുള്ളതെല്ലാം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ സൺട്രി ഡെറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. മെയിൻറ്റെയിൻ ബാലൻസ് ബിൽ ബൈ ബിൽ സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ സ്റ്റേറ്റ് കേരള തന്നെ കൊടുത്തു. ഇവിടെ എൻ്റർ അടിച്ചു. പാർട്ടിയുടെ GST നമ്പറൊക്കെ കൊടുക്കാം. ഇത്രയും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. ഡെലിവറി നോട്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ പാർട്ടിയുടെ ഡീറ്റെയിൽസ് കാണിക്കും. അപ്പോൾ ഇവിടെ എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് സെയിൽസിൻ്റെ ലെഡ്ജറാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ സെയിൽസിൻ്റെ ലെഡ്ജർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിൽസ് എന്നുള്ളതിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ ഐറ്റം കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റം സ്പേസ് ബാർ അടിച്ചാൽ ഇവിടെ കാണിക്കും. ട്യൂബ് എന്നുള്ള ഐറ്റം ഇവിടെ കാണിക്കും. ഇവിടെ ട്യൂബ് എന്നുള്ള ഐറ്റം സെലക്ട് ചെയ്തിട്ടെടുക്കാം. എൻ്റർ അടിച്ചു. ഇവിടെ ക്വാണ്ടിറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 10 എണ്ണമാണ് വിൽക്കുന്നത്. ഇപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് ആണെന്നെങ്കിൽ ഒരു 175 ആണ് കൊടുക്കുന്നത്. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ 1750 രൂപ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് പർച്ചേസ് ചെയ്ത പോലെ തന്നെ ടാക്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾക്ക് ഇതേപോലെ തന്നെ ടാക്സുകൾ നമുക്ക് ഇവിടെ കൊടുക്കാം. സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടാക്സുകൾ വരും. ഇപ്പോൾ ഇവിടെ CGST കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ CGSTയുടെ ടാക്സ് വന്നു. അടുത്തതാണെന്നുണ്ടെങ്കിൽ ഇവിടെ SGST കൊടുക്കാം. അപ്പോൾ എസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇവിടെ ടാക്സുകൾ ഇവിടെ കാണിക്കും. ഇവിടെ SGST കൊടുത്തു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ 43 രൂപ 75 പൈസ 43 രൂപ 75 പൈസ. അതായത് ടോട്ടൽ ടാക്സിന് 1750 രൂപയുടെ 5% കണ്ടിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ടാണ് ഇവിടെ കാണിക്കുക. 1837 രൂപ 50 പൈസ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് റിപ്പോർട്ട് കാണണമെങ്കിൽ നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്? റിലേറ്റഡ് റിപ്പോർട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ GST ടാക്സ് അനാലിസിസ് Alt A സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ഇവിടെ F5ൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ടെടുത്തു. നമുക്കിവിടെ ടാക്സുകൾ ഇവിടെ കാണാൻ പറ്റും. 43 രൂപ 75 പൈസ 43 രൂപ 75 പൈസ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. CGSTയും SGSTയും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ബില്ലിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് സേവ് ചെയ്തു. ഇപ്പോൾ നമ്മളൊരു പർച്ചേസും നമ്മളൊരു സെയിൽസും നമ്മൾ ചെയ്തു.
ഇനി നമ്മൾക്ക് പർച്ചേസ് റിട്ടേൺ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വാങ്ങിച്ചിട്ടുള്ള ഗുഡ്സ് തിരിച്ചയക്കലാണ് നമ്മൾ പർച്ചേസ് റിട്ടേണിൽ ചെയ്യുക. അപ്പോഴും നമ്മൾ അതിൻ്റെ ടാക്സ് കാണിക്കണം. കാരണം വാങ്ങിക്കുമ്പോൾ നമ്മൾ ടാക്സ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അത് കാരണം നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന് ടാക്സ് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. ആ ഐറ്റം നമ്മൾ തിരിച്ചയക്കുന്ന സമയത്ത് അതിന് ടാക്സ് കുറയണം. അപ്പോൾ നമ്മൾക്ക് പർച്ചേസ് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെബിറ്റ് നോട്ടാണ് യൂസ് ചെയ്യുക. അതായത് പർച്ചേസ് ചെയ്യുമ്പോൾ പാർട്ടിയെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പർച്ചേസ് റിട്ടേൺ ചെയ്യുമ്പോൾ ഈ പാർട്ടി തന്നെ നമ്മൾ എന്താണ് ചെയ്യുക, ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. കാരണം നേരെ ഓപ്പോസിറ്റ് ആണ് വരിക. അപ്പോൾ ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബുക്കിൽ ഞാൻ നിങ്ങളെ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് പാർട്ടിയെ ഇൻഫോം ചെയ്യിക്കാൻ വേണ്ടി അയക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് ഡെബിറ്റ് നോട്ട് എന്നുള്ളത്. അപ്പോൾ ഡെബിറ്റ് നോട്ട് തന്നെ ചെയ്താലാണ് ടാക്സിൻ്റെ കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ എപ്പോഴും നമ്മൾ ടാക്സ് വെച്ചിട്ട് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഡെബിറ്റ് നോട്ടിൽ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് നോട്ട് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് അതർ വോച്ചേഴ്സ് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കും. F10 അടിച്ചാൽ മതി. ഇവിടെ വെച്ചിട്ട് അതർ വോച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഡെബിറ്റ് നോട്ടിന് കീ ഇവിടെ കാണിക്കും. Alt F5 അടിച്ചാൽ മതി. ഒന്നുകിൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ Alt F5 അടിക്കാം. ഇവിടെ വെച്ചിട്ട് ഡെബിറ്റ് നോട്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പോൾ ഇവിടെ ഡെബിറ്റ് നോട്ട് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ പാർട്ടി അക്കൗണ്ട് നെയിം. അപ്പോൾ നമുക്ക് ആർക്കാണ് തിരിച്ചയക്കുന്നത്. നമുക്ക് ഇവിടെ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർട്ടിയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. ഇപ്പോൾ പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ രാജ് എന്നുള്ള പാർട്ടി സെലക്ട് ചെയ്തിട്ടെടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് ലെഡ്ജർ അക്കൗണ്ട് എന്നുള്ളടത്ത് പർച്ചേസ് റിട്ടേൺ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്നുള്ള ലെഡ്ജറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ പർച്ചേസ് റിട്ടേൺ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്നുള്ള ലെഡ്ജറിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ഐറ്റം കൊടുക്കാം. ഇപ്പോൾ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്യൂബ് എന്നുള്ളൊരു ഐറ്റം കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പോൾ 2 എണ്ണമാണ് റിട്ടേൺ ചെയ്യേണ്ടത്. അപ്പോൾ 2 എന്നുള്ളത് അടിച്ചു. അപ്പോൾ ഇവിടെ റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഐറ്റം തന്നെയാണല്ലോ നമ്മൾ തിരിച്ചയക്കുന്നത്. നമ്മളിവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു. പർച്ചേസ് ചെയ്ത പോലെ തന്നെ നമുക്ക് എന്താണ് ഇവിടെ എന്താണ് ടാക്സ് കാണിക്കണം. അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി എൻ്റർ അടിച്ചു. ഇവിടെ CGST കാണിച്ചു. എൻ്റർ അടിച്ചു. അതേപോലെ തന്നെ ഇവിടെ എന്ത് കാണിക്കണം, SGST കാണിച്ചു. അപ്പോൾ S അടിച്ചു കഴിഞ്ഞാൽ എസ്സിലുള്ളത് കാണിക്കും. SGST കാണിച്ചു. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അപ്പോൾ നമുക്കിവിടെ താഴത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എമൗണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് സേവ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ എഗെയിൻസ്റ്റ് റെഫറൻസിൽ വരും. കാരണം നമ്മൾ വാങ്ങിച്ചിട്ട് നമുക്ക് കുറയണമല്ലോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ എൻട്രി സേവ് ചെയ്തു. ഇപ്പോൾ പർച്ചേസ് റിട്ടേണും ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ 4 സ്റ്റെപ്പുകളും പ്രോപ്പറായി ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. എന്നാൽ മാത്രമേ ടാക്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ടാക്സുകളുടെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്യുക. ഇനി നമുക്ക് റിപ്പോർട്ടാണ് കാണേണ്ടതെന്ന് വിചാരിക്കുക. റിപ്പോർട്ട് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മുകളിൽ ഗോ ടൂലേക്ക് പോകാം. ഗോ ടൂലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾക്ക് GST റിപ്പോർട്ട്സ് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ GSTR1, GSTR2, GSTR3. GSTR1 എന്ന് പറഞ്ഞാൽ അത് സെയിൽസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. GSTR2 എന്ന് പറഞ്ഞാൽ അത് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. GSTR3B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും കൂടിയിട്ടുള്ള ഡിഫറൻസ് ആണ്. നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടതാണ് ഇത്. അതായത് നമ്മൾ സെയിൽസിൻ്റെ നമുക്ക് കളക്ട് ചെയ്തിട്ടുള്ള, അതായത് സെയിൽസിലെ എമൗണ്ട് കൂടി കഴിഞ്ഞാലാണ് നമ്മൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. സെയിൽസ് ചെയ്യുമ്പോഴുള്ള ടാക്സ് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ടാക്സിനെക്കാട്ടിലും കൂടി കഴിഞ്ഞാലാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് GSTR3B നമുക്കിവിടെ എടുത്ത് നോക്കാം. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ഇവിടെ കാണിക്കും എലിജിബിൾ ITC എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ഇപ്പോൾ 435 രൂപ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് GST ടാലി പ്രൈമിൽ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഫസ്റ്റിൽ GST ആക്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനി ക്രിയേഷൻ ആണ്. അതേപോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്പനി ക്രിയേഷൻ ആൻഡ് GST കോൺഫിഗർ ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലെഡ്ജർ ക്രിയേഷൻ ആണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐറ്റം ക്രിയേഷൻ ആണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വൗച്ചർ എൻട്രി ആണ്. ഈ 4 സ്റ്റെപ്പിലും GST ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് GST ഓട്ടോമാറ്റിക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ GST നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.